ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വരും ദിവസങ്ങളിൽ ഒമാനിലുടനീളം താപനില കുറയുന്നത് തുടരുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനങ്ങൾ താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളെയും ബാധിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. പർവ്വത പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ തണുപ്പ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കൂട്ടിച്ചേർത്തു. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഒമാന്റെ ഭംഗി കാണാൻ സാധിക്കുന്ന വെർച്വൽ ടൂർ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് തുടക്കമായി. ഗതാഗത, ആശയവിനിമയ, വിവര സാങ്കേതിക മന്ത്രാലയം, നാഷണൽ സർവേ അതോറിറ്റിയുമായി ചേർന്ന് ഗൂഗിളിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഔദ്യോഗിക ലോഞ്ചിംഗ് പ്രതിരോധ മന്ത്രാലയ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ നാസിർ അൽ സാബിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കളെ ഒമാന്റെ പ്രകൃതി ദൃശ്യങ്ങളും ചരിത്രപരമായ ലാൻഡ്മാർക്കുകളും ആധുനിക ഇൻഫ്രാസ്ട്രക്ചറുകളും പര്യവേക്ഷണം ചെയ്യാൻ പ്രാപ്തമാക്കാനാണ് ഈ സേവനം ലക്ഷ്യമിടുന്നത്. യുനെസ്കോ പട്ടികയിൽ ഉൾപ്പെട്ട ഒമാനിലെ ലോക പൈതൃക സ്ഥലങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വെർച്വൽ ടൂറിൽ അടങ്ങിയിരിക്കുന്നത്. ഏകദേശം 36,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശത്തു നിന്നും വെർച്വൽ ട്രെക്കറുകൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ പകർത്തിയത്. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലൂടെ 2025 ആകുമ്പോഴേക്കും കൂടുതൽ സ്ഥലങ്ങളും ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. സാംസ്കാരികവും പ്രകൃതിദത്തവുമായ സവിശേഷതകളുള്ള വിശാലമായ വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഒമാന്റെ പദവിയും ഡിജിറ്റൽ സാന്നിധ്യവും ഉയർത്തിക്കാട്ടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തരം കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കൂടുതൽ ആളുകൾ ഒമാന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുമെന്നും അധികൃതർ കണക്കുകൂട്ടുന്നു. സുൽത്താൻ ഹൈത്തം സിറ്റിയിലെ നിർമ്മാണ പുരോഗതി നിരീക്ഷിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി ഉന്നതതല മന്ത്രിതല സംഘം സുൽത്താൻ ഹൈത്തം സിറ്റി സന്ദർശിച്ചു. സർക്കാർ, സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള പങ്കാളികളുമായി സഹകരിച്ച് ആദ്യഘട്ടം വിജയകരമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിരുന്നു സന്ദർശനം. ഗതാഗത, വാർത്താവിനിമയ, വിവര സാങ്കേതിക മന്ത്രാലയം, വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം, മസ്കറ്റ് ഗവർണറുടെ ഓഫീസ്, മസ്കറ്റ് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. പദ്ധതി സംഭവ വികാസങ്ങളെക്കുറിച്ച് പങ്കാളികളെ അറിയിക്കാനും സിറ്റിയുടെ നിർവഹണ ഘട്ടങ്ങൾ നിരീക്ഷിക്കാനും സാംസ്കാരിക കേന്ദ്രം, സ്കൂൾ സമുച്ചയങ്ങൾ, ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ കേന്ദ്രം, മറ്റ് ആധുനിക സേവന സൗകര്യങ്ങൾ തുടങ്ങിയ പ്രധാന സംരംഭങ്ങൾ അവലോകനം ചെയ്യാനുമായിരുന്നു സന്ദർശനത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. പ്രത്യേക കമ്പനികളുമായി സഹകരിച്ച് നടത്തിവരുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ പരിശോധനയും നടന്നു. സ്ട്രാബാക് ഒമാനുമായി സഹകരിച്ച് 5 പാലങ്ങളും പ്രധാന റോഡുകൾ അൽ സറോജ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മിക്കുന്നത്. വൈദ്യുതി, വെള്ളം, മലിനജലം, ബ്രോഡ്ബാൻഡ് ശൃംഖല, കമ്മ്യൂണിക്കേഷൻസ്, കൂളിംഗ് സിസ്റ്റങ്ങൾ, ഗ്യാസ് വിതരണം എന്നിവയുൾപ്പെടെ നഗരത്തിന് ആവശ്യമായ അവശ്യ സേവനങ്ങൾ ടവൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് കമ്പനിയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. കൂടാതെ ഒമാൻ ടെക്നിക്കൽ കോൺട്രാക്ടിംഗുമായി സഹകരിച്ച് 3 പവർ ട്രാൻസ്ഫോമറുകളും സ്ഥാപിക്കും. അൽ അബ്രർ റിയൽ എസ്റ്റേറ്റ് കമ്പനി നഗരത്തിലെ ഹെയൽ വഫ പരിസരത്ത് ഉപയോഗിച്ച ഏറ്റവും പുതിയ നിർമ്മാണ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിച്ചു. ഇത് ആദ്യഘട്ടത്തിൽ റെസിഡൻഷ്യൽ യൂണിറ്റിൽ നിർമ്മിക്കുന്നതിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ സഹായകമായിട്ടുണ്ട്. പ്രമുഖ കമ്പനികൾ വികസിപ്പിക്കുന്ന റെസിഡൻഷ്യൽ ഡിസ്ട്രിക്റ്റുകളുടെ സൈറ്റുകളും വിശദാംശങ്ങളും പ്രതിനിധി സംഘം അവലോകനം ചെയ്തു. ആദ്യഘട്ടത്തിൽ താമസ സ്ഥലങ്ങളുടെ വിൽപ്പന ഉടൻ ആരംഭിക്കാൻ നഗരം തയ്യാറെടുക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കസ്റ്റമറെ പങ്കിടുന്ന കാര്യത്തിൽ സൂക്കിലെ കച്ചവടക്കാർ തമ്മിൽ കയ്യാങ്കളിയും അടിപിടിയും. മാത്ര പോർബംബ സൂക്കിലെ വ്യാപാരികൾ തമ്മിലാണ് കഴിഞ്ഞ ദിവസം തർക്കവും തല്ലും നടന്നത്. തൊട്ടടുത്തുള്ള കച്ചവടക്കാരായ ഇറാനിയും കാശ്മീരിയുമാണ് കസ്റ്റമറെ വിളിച്ച് കടയിൽ കയറ്റുന്ന വിഷയത്തിൽ അടിപിടി നടത്തിക്കളഞ്ഞത്. ഇറാനി കയ്യിൽ കിട്ടിയ ഇരുമ്പ് ദണ്ട് ആയുധമാക്കി കാശ്മീരിയെ നേരിട്ടപ്പോൾ കയ്യാങ്കളി ചോരക്കളിയായി മാറുകയായിരുന്നു. ഇരുമ്പ് ആയുധം കൊണ്ടുള്ള അടിയിൽ കാശ്മീരിയുടെ തല പൊട്ടി തുന്നലിടേണ്ടി വന്നു. മത്ര പോലീസ് എത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ വന്ന സ്ഥലത്ത് വെച്ച് കയ്യൊക്കും അടിപിടിയും കാണിക്കാനിറങ്ങിയതിന് ശിക്ഷയായി 2 പേർക്കും 1 ദിവസത്തെ ജയിൽ ശിക്ഷയും ഇനി ആവർത്തിക്കരുതെന്ന താക്കീതോടെ വിട്ടയക്കുകയുമാണ് ചെയ്തത്.
അറ്റകുറ്റപ്പണികൾക്കായി ഒമാനിലെ സൊഹർ കോട്ട താൽക്കാലികമായി അടച്ചു. ഡിസംബർ 15 മുതൽ 17 വരെ സന്ദർശനത്തിന് അനുമതിയില്ല എന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. ഒമാന്റെ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റം വരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ്. ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗികമായി മഴ ലഭിക്കും. മുസന്തം ഗവർണറേറ്റിന്റെയും തീരപ്രദേശത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒമാന്റെ ഭൂരിഭാഗം തീരങ്ങളിലും ഉയർന്ന തിരമാലകളും ഉണ്ടാകും. മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടിക്കാറ്റും താപനിലയിൽ വലിയ കുറവുമുണ്ടാകുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പിൽ കൂട്ടിച്ചേർത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.